ഈ ദൃശ്യമൊന്ന് കാണാം. നമ്മൾ സ്പാനിഷ് ടീമിലെ ലാമിൻ യമാലിനെ ആഘോഷിക്കുമ്പോൾ അതിലൊരു നിക്കോ വില്യംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാം പകുതിയിലോ മറ്റോ ആണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയത്. അദ്ദേഹം മുടിയൊരു സവിശേഷമായ രീതിയിൽ മുകളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്ന നിക്കോ വില്യംസ്. പിന്നീട് സ്പാനിഷ് ടീമിൻ്റെ പ്രധാനപ്പെട്ട ആക്രമണത്തിൻ്റെ ഒരു കുന്തമുന ആയി മാറിയത് നിക്കോ വില്യംസാണ്. മത്സരശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രവൃത്തി, അത് വളരെ വികാരനിർഭരമായ, വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമായി ലോകം വിലയിരുത്തി. ആ ദൃശ്യങ്ങൾ ഇതാണ്. നിക്കോ വില്യംസിൻ്റെ അമ്മയ്ക്ക് തനിക്ക് കിട്ടിയ മെഡൽ ആ തിരക്കുകൾക്കിടയിൽ ഓടിക്കൊണ്ടിയെന്ന് കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന ദൃശ്യമാണത്. അമ്മയെ ഏറ്റവും ഇഷ്ടത്തോടെ ചേർത്ത് നിർത്തി മകൻ കഴുത്തിലേക്ക് ആ മെഡൽ അണിയിക്കുമ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്ന ദൃശ്യങ്ങൾ, അതിനേക്കാളുപരി വളരെ വൈകാരികമായ ആ ഒരു സന്തോഷത്തിൻ്റെ, അത്യാഹ്ലാദത്തിൻ്റെ നെറുകയിൽ പോലും അമ്മയെ മറക്കാത്ത ഒരു മകനെ എന്തുകൊണ്ട് ഓർക്കപ്പെടുന്നു എന്ന ഒരു ചർച്ച വന്നപ്പോഴാണ് ഈ അമ്മയുടെയും മകൻ്റെയും ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം അച്ഛന് തുല്യമായി എപ്പോഴും നിക്കോ വില്യംസ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള ചർച്ചയും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഒക്കെ മില്യൺ കണക്കിന് ആളുകൾ കണ്ടുപോയത്. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ വലിയ മനുഷ്യരായി തുടരുമ്പോഴും ആ വലിപ്പത്തിനിടയിലും ഇവരൊക്കെ കൈവിടാത്ത ചില മൂല്യങ്ങളെക്കുറിച്ച് പറയാനാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച ആവുമ്പോഴേക്കും പിന്നെ ആളിനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത ലോകത്ത് ഇവരൊക്കെ ജീവിച്ചു പോരുന്നത് കൂടി അറിയണം. 1990 ഘാനയിൽ നിന്ന് ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങളും തിരിച്ചടിയുമേറ്റ് ഒരു കുടുംബം പലായനം ചെയ്ത് യൂറോപ്പിലേക്ക് വരുന്നത്. അവിടെ സഹാറ മരുഭൂമിയിലൂടെ നഗ്നപാതരായി മണിക്കൂറുകളോളം, കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥ ഈ കണ്ണീരണിയുന്ന മെഡലണിഞ്ഞ ചരിത്രത്തിലുണ്ട്. അവളുടെ പേരാണ് മരിയ. ആ മരിയയാണ് നിക്കോ വില്യംസ് എന്ന് പറയുന്ന ഈ മകന് ജന്മം നൽകിയത്. സ്പെയിനിലേക്ക് വരാൻ ഘാനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ എത്തിക്കാമെന്നും പറഞ്ഞു കൊണ്ടുവന്നവർ വഴിയിൽ കൊണ്ടുപോയി ചതിച്ച്, നമ്മൾ ആടുജീവിതത്തിലൊക്കെ കാണുന്നത് പോലെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു പോകുന്ന കഥ 1990കളുടെ മധ്യത്തിലാണ്. അങ്ങൊന്നുമല്ല, ആ മധ്യത്തിലാണ്. അങ്ങനെ സ്പെയിനിലെത്തിയ അവരെ മെലില്ലയിലെത്തിയെങ്കിലും അവരെ തടഞ്ഞു വെച്ചു. ഗർഭിണിയായ ഈ സ്ത്രീയെ സ്പെയിനിലേക്ക് കയറാതെ അവിടെ തടഞ്ഞു വെച്ചു. പിന്നീട് ഒരുപാട് അഭിഭാഷകരും മറ്റുള്ളവരുടെയും ഒക്കെ സഹായത്തിലാണ് ബാസ്ക് പ്രവിശ്യയിലെ പാംപ്ലോണയിൽ ഇവരെത്തിച്ചേരുന്നത്. ഈ പാംപ്ലോണയിലെത്തി 2002 ജൂലൈ 12 നിക്കോ വില്യംസ് എന്ന് പറയുന്ന ഈ മകന് ജന്മം നൽകുന്നത്. 2002, ഒരുപാട് അകലെയൊന്നുമല്ല, 2002. 2002 എന്നൊക്കെ നമ്മൾ പറയുമ്പം ഇങ്ങ് തോന്നൂലേ, ഇങ്ങ് അടുത്തെത്തിയതുപോലെ. വർഷം 1024 പിന്നീട് മുന്നോട്ട് പോയി. ആ 2002 അവനൊരു സഹോദരനും ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഇനാഗി വില്യംസ് എന്നാണ്. ഈ മാതാപിതാക്കൾ രണ്ടുപേരും കൂലിപ്പണിക്ക് പോകും. നമ്മൾ നാട്ടിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ പലായനം ചെന്ന് പറയത്തില്ലേ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ മറ്റു പറയത്തൊന്നും കുടിയേറി പാർത്തവർ, ബംഗാളികളെന്നൊക്കെ വിളിക്കുന്നത് പോലൊരു കുടുംബത്തിലേക്ക് വന്നവർ, അവരച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഈ അനിയനെയും കൊണ്ട് ഫുട്ബോൾ പരിശീലനത്തിനൊക്കെ പോകുന്ന ആൾ ഈ ജ്യേഷ്ഠനാണ്. ഇനാഗി വില്യംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ 2013 ഏതാണ്ട് 11 വയസ്സുള്ളപ്പോൾ അവിടുത്തെ നിക്കോ ബാസ്ക് ക്ലബ്ബായ അത്ലറ്റിക് ബിൽബാവോ എന്ന് പറയുന്ന ക്ലബ്ബിൽ യൂത്ത് അക്കാഡമിയിൽ ചേർന്നു. 21ാമത്തെ വയസ്സിൽ ബിൽബാവോയുടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു. അതോടൊപ്പം ജ്യേഷ്ഠൻ ഇനാഗിയും ആ ക്ലബ്ബിൽ തന്നെ കളിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അതിൽ വളർന്നു വന്നത്. 2022 സ്പാനിഷ് സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. 22 ഖത്തർ ലോകകപ്പ് ടീമിലും അംഗമായിരുന്നു. 24 ഇംഗ്ലണ്ടിനെതിരായ ഫൈനലിൽ സ്പെയിനിനായി ആദ്യ ഗോൾ നേടിയെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് കളിമികവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഈ സഹോദരൻ നിക്കോ വില്യംസിനെ കുറിച്ച് ചിലത് പറയണം. അദ്ദേഹം ഒരു സഹോദരനല്ല, എൻ്റെ രണ്ടാം അച്ഛനാണ് എന്ന് എപ്പോഴും നിക്കോ വില്യംസ് പറയുമായിരുന്നു ഇനാക്കി വില്യംസിനെ കുറിച്ച്. കാരണം അമ്മയും അച്ഛനും അങ്ങ് പോയാൽ പിന്നെ ഈ അനുജന് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും അവനെ കുളിപ്പിക്കുന്നതും അവനെ കൊണ്ടുപോകുന്നതും, അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാം പിതാവായി ഞാൻ കാണുന്നത്
ഈ പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠനെയാണെന്ന് ഉറക്കെ പറയുമായിരുന്നു നിക്കോ വില്യംസ്. നിക്കോ വില്യംസും ഇവർ രണ്ടുപേരും സ്പാനിഷ് ക്ലബ്ബിലാണ് കളിച്ചതെങ്കിലും പിന്നീട് ഈ ഒരു പരമ്പരയുടെ തുടർച്ച ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇനാക്കി വില്യംസ് ഘാന ടീമിൽ കളിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നതാണെങ്കിലും ആ രാജ്യത്തിനോടുള്ള ഒരു വൈകാരികമായ ബന്ധമൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആ ടീമിൽ കളിക്കാൻ തീരുമാനിച്ചു. നിക്കോ ആവട്ടെ സ്പെയിനിലെ യൂത്ത് ടീമിലൂടെ വളർന്നു വന്നു. ഇവിടെയുമുണ്ട് ഒരു ഗുണപാഠം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നായി യൂറോപ്പിൽ പോയി, കാനഡയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, ആസ്ട്രേലിയയിൽ പോയാൽ പിന്നെ ജന്മനാട് എന്ത് കുന്തം, അവിടെ പോയിരുന്ന് ആ നാടിൻ്റെ മഹത്വവും വലിപ്പവും ഒക്കെ പറഞ്ഞ് ഇവിടെ പറ്റുന്നിടത്തോളം ആക്ഷേപിക്കുക. ഒരു നാടൻ പ്രദേശത്ത് താമസിച്ച് അവിടെ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കല്ലറയും മാടവും കുഴിമാടവും ഒക്കെ ഉണ്ടാവും, ഖബറും ഒക്കെ ഉണ്ടാവും അടുത്ത പള്ളിയിൽ. ടൗൺ വിട്ട് എവിടെയോ പോയി അവിടെ ചെന്നിരുന്ന് അവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഒക്കെ പോകുന്നവരുടെ കാലത്താണ് ഇനാക്കി വില്യംസ് നീ സ്പെയിനിൽ കളിക്ക്, ഞാൻ നേരെ എവിടെ പോകാമെന്ന് പറഞ്ഞത് ഘാന ടീമിന് വേണ്ടി കളിക്കാം. നമ്മുടെ അച്ഛനും അമ്മയും ഘാനക്കാരായിരുന്നല്ലോ, അവരിങ്ങോട്ട് ഗതികേട് കൊണ്ട് കുടിയേറി വന്നതാണല്ലോ, അതുകൊണ്ട് ജന്മനാടിനെ മറക്കണ്ട എന്ന് പറഞ്ഞ് ഇനാക്കി വില്യംസ് അവിടെ കളിക്കാൻ പോയത്. അങ്ങനെ കളിക്കാൻ പോയി രണ്ടുപേരും രണ്ട് ടീമുകളിലായിട്ടാണ് വളർന്ന് രണ്ട് തരത്തിലേക്ക് എത്തിയത്. ഈ മകൻ കൊണ്ടുപോയി ഈ കഴുത്തിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ കേവലം ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെയോ ജീവിത പ്രയാസങ്ങളുടെ പോരാട്ടം മാത്രമല്ല അവരതിജീവിച്ചത്. കടുത്ത വംശീയതയും കറുത്തവർഗ്ഗക്കാരാണെന്നുള്ള അപമാനവും എല്ലാം സഹിക്കേണ്ടി വന്നു. നഗ്നപാതയായി ഗർഭിണിയായിരിക്കെ ഒരു മരുഭൂമിയിലൂടെ കടന്നു വന്ന സ്വന്തം അമ്മയുടെ ആ വേദനയുടെ കടപ്പാട് ഒരു നിമിഷം പോലും മറക്കുന്ന മകനായില്ല നിക്കോ വില്യംസ്. അതുകൊണ്ടാണ് കയ്യിൽ കിട്ടിയ മെഡൽ ഓടിയെത്തി അമ്മയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തത്. ഈ നിക്കോ വില്യംസും ലാമിൻ യമാലുമൊക്കെ ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ പോരാട്ടത്തിലൂടെ കടന്നു വന്നവരായി വേണം കാണാൻ. അതിലൂടെ കാണണം. അങ്ങനെയുള്ള കുട്ടികളോ ചുറ്റുപാടുകളിലുള്ളവരെയോ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ ലാമിൻ യമാലിൻ്റെയും പിന്നെ ഈ പറഞ്ഞ നിക്കോ വില്യംസിൻ്റെയും ജാതിയും മതവും നോക്കി ഇന്നലെ ഞാൻ കണ്ടു, പിന്നെ ഏതോ ഒരു പ്രൊഫൈലിലിട്ടിരിക്കുന്നു അങ്ങനെ കടുത്ത ക്രിസ്തുമത വിശ്വാസികളായ സ്പെയിൻ വിജയിച്ചു, അതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കാസാഡ് ഒരു പോസ്റ്റിൽ. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ മറുവശത്ത് കുറേ ആളുകൾ അർജൻറ്റീനയെ പറയുമ്പോൾ അവരങ്ങനെ ചെയ്തവരാണ്. അതിനകത്തൊക്കെ എന്തിനാണ് ജാതിയും മതവും വംശീയതയും കൊണ്ടുവന്ന് ഞരമ്പ് രോഗം ഉണ്ടാക്കുന്നത്? അതിനപ്പുറത്തേക്ക് അവരെയൊക്കെ കളിക്കാരായും അവരുടെ ജീവിത പ്രയാസങ്ങളെയും കറുത്തവർഗ്ഗക്കാരൻ അനുഭവിച്ചാലും മുസ്ലിം അനുഭവിച്ചാലും ക്രിസ്ത്യാനി അനുഭവിച്ചാലും ഹിന്ദു അനുഭവിച്ചാലും അനുഭവങ്ങളുടെ നോവ് ഒരുപോലാണ്. പട്ടിണിയിൽ വിശന്ന് കരയുന്നവർക്ക് മുന്നിൽ ഏതെങ്കിലും ജാതിമത വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചകൾക്കപ്പുറത്തുള്ള വായനയിലാണ് ഈ നിക്കോ വില്യംസിനെ കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയത്, നിങ്ങളെ അറിയിക്കണമെന്ന്.